ചിത്തിരപ്പാല, നിലപ്പാല, പാലൂറിപ്പാല, പാൽപ്പാല, കിടികിണിപ്പാല എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഈ ചെറു സസ്യം വളരെ ഔഷധ ഗുണങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള സസ്യമാണ്. ഇതിൻ്റെ ഉപയോഗം ആദ്യമേ തന്നെ പറയാം. മൂത്ര തടസ്സം മാറാൻ വേണ്ടി ചിത്തിരപ്പാല സമൂലം അരച്ച് നെല്ലിക്ക വലിപ്പത്തിൽ കഴിക്കുക. സ്കിന്നിലെ കറുത്തതും വെളുത്തതുമായ പാടുകൾ മാറ്റാൻ വേണ്ടി ഇതിൻ്റെ ഇല അരച്ച് തേക്കുക. അരിമ്പാറ പാലുണ്ണിയിൽ ഇതിൻ്റെ കറ ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ വെളുത്ത ഒരു ചെറിയ കറ വരും. ആ കറ സ്ഥിരമായിട്ട് ഈ പാലുണ്ണിയുടെയും അരിമ്പാറയുടെയും മേലെ ഇറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലക്രമേണ അത് അടർന്നു പോകുന്നതാണ്. ശരീരത്തിലെ എവിടെയെങ്കിലും കാലിലോ വേറെ എവിടെയെങ്കിലും മുള്ള് തറച്ചിട്ടുണ്ടെങ്കിൽ ആ മുള്ള് തറച്ച ഭാഗത്ത് ഇതിൻ്റെ കറ ഒറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുന്നതാണ്. ചിത്രപ്പാലയുടെ ഇല അരച്ച് കുഴിനഖത്തിൽ പുരട്ടിയാൽ കുഴിനഖം മാറുന്നതാണ്. വായിലെ പുണ്ണ്, ചുണ്ട് വെടിച്ച് കീറുക എന്നിങ്ങനെയുള്ളപ്പോൾ ചിത്രപ്പാലയുടെ ഇലയും ചെറുപയറും നെയ്യിൽ വഴറ്റി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചിത്രപ്പാലയുടെ പൂവും കായും പശുവിൻ പാലിൽ ഒരാഴ്ച പതിവായി കഴിച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് വർദ്ധിക്കുന്നതാണ്. കോൺസ്റ്റിപ്പേഷന് വേണ്ടിയിട്ട് ചിത്രപ്പാലയുടെ ഇലയും വെളുത്തുള്ളിയും ചേർത്ത് ചോറിനോടൊപ്പം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ശരീരത്തിനുണ്ടാകുന്ന ചെറിയ പരുക്കൾ മാറാൻ വേണ്ടി ചിത്രപ്പാലയുടെ ഇല അരച്ചിട്ട് അത് ശരീരത്തിൽ തേക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ചിത്രപ്പാലയുടെ 1ാമത്തെ പാർട്ടാണ്. 2ാമത്തെ പാർട്ട് ഉടനെ വരുന്നതാണ്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.